ബാങ്കുകളിൽ എസ്.ബി.ഐ അക്കൗണ്ടുള്ള സാധാരണക്കാരായ വ്യക്തികൾ പലപ്പോഴും മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ ബാങ്കുകൾ പിഴ ഈടാക്കുന്നത് ഒരു നിത്യ സംഭവമാണ്. സർവീസ് ചാർജ് എന്ന പേരിലോ അല്ലെങ്കിൽ മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിക്കാത്തതിൻ്റെ പേരിലോ ആയിരിക്കാം ബാങ്കുകളും പണമിടപാട് സ്ഥാപനങ്ങളും ഇത്തരത്തിൽ അക്കൗണ്ടിലെ തുക ഈടാക്കിയിട്ടുണ്ടാവുക. എന്തു കാരണത്താലാണ് അക്കൗണ്ടിൽ പിഴ ചുമത്തിയതെന്ന് അറിയുവാൻ പലപ്പോഴും സാധിക്കാറില്ല. പല സമയങ്ങളിലും ബാങ്ക് ശാഖകളിൽ നേരിട്ട് ചെന്നാൽ പോലും പിഴ ഈടാക്കുന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ വിവരവും ലഭിക്കണമെന്നില്ല. എന്നാൽ സാധാരണക്കാരായ അക്കൗണ്ട് ഉടമകൾക്ക് അറിയാത്ത നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. റിസർവ് ബാങ്കിൻ്റെ മിനിമം ബാലൻസുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 20 നവംബർ 2014 പുറപ്പെടുവിച്ച സർക്കുലറിന് വിധേയമായിട്ട് മാത്രമേ ബാങ്കുകൾക്ക് ചാർജ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ അധികാരമുള്ളൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലെവി ഓഫ് പീനൽ ചാർജസ് ഓൺ നോൺ മെയിൻ്റനൻസ് ഓഫ് മിനിമം ബാലൻസ് ഇൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന തലക്കെട്ടിൽ പുറപ്പെടുവിച്ച സർക്കുലറിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സർക്കുലറിലെ അനക്സ് 1 പറയുന്നതനുസരിച്ച് അക്കൗണ്ട് ഉടമയെ മുൻകൂട്ടി അറിയിക്കാതെ ഒരു ബാങ്കിനോ പണമിടപാട് സ്ഥാപനത്തിനോ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിഴ ഇനത്തിൽ തുക ഈടാക്കാൻ പാടില്ല. ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകണം. ബാങ്കും ഉപഭോക്താവും തമ്മിൽ അംഗീകരിച്ചിട്ടുള്ള മിനിമം ബാലൻസ്, അതായത് ശരാശരി ബാലൻസ് നിലനിർത്തുന്നതിൽ വീഴ്ച വരുത്തിയാൽ 1 മാസത്തിനുള്ളിൽ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് ബാങ്ക് SMS, ഇമെയിൽ, കത്ത് തുടങ്ങിയവയിലൂടെ ഉപഭോക്താവിനെ വ്യക്തമായി അറിയിച്ചിരിക്കണം. 2. പിഴ ഈടാക്കാൻ അക്കൗണ്ടിലെ കുറവനുസരിച്ച് 1 മാസത്തിൽ കുറയാത്ത ന്യായമായ സമയപരിധിക്കുള്ളിൽ മിനിമം ബാലൻസ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അക്കൗണ്ട് ഉടമയെ അറിയിച്ചുകൊണ്ട് പിഴ ഈടാക്കാവുന്നതാണ്. 3. ഇത്തരത്തിൽ ഈടാക്കുന്ന പിഴയെ സംബന്ധിച്ച് നയം ബാങ്കിൻ്റെ ബോർഡിൻ്റെ അംഗീകാരത്തോടെ തീരുമാനിക്കാൻ ആവുകയുള്ളൂ. 4. പിഴയുടെ അനുപാതം. ഈടാക്കുന്ന പിഴ നികത്തേണ്ട ബാലൻസിന് നേരിട്ട് ആനുപാതികമായിരിക്കണം. അതായത് അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് സമ്മതിച്ച മിനിമം ബാലൻസും നിലവിലുള്ള ബാലൻസും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ആയിരിക്കണം. പിഴ ഈടാക്കുന്നതിന് ഒരു സ്ലാബ് ഘടനയും രൂപീകരിക്കാവുന്നതാണ്. ഇത്തരം പിഴകൾ ന്യായമാണെന്നും സേവനങ്ങൾ നൽകുന്നതിനുള്ള ശരാശരി ചെലവായി താരതമ്യം ചെയ്യുമ്പോൾ അധികമല്ലെന്നും ഉറപ്പാക്കണം. നെഗറ്റീവ് ബാലൻസ് ഒഴിവാക്കുക. മിനിമം ബാലൻസ് നിലനിർത്തുന്നതിന് പിഴ ഈടാക്കുന്നത് കാരണം മാത്രം സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസ് നെഗറ്റീവ് ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. എന്നാൽ നമ്മുടെ നാട്ടിലെ പല ബാങ്കുകളും ഇതൊന്നും പാലിക്കാറില്ല. മുന്നറിയിപ്പില്ലാതെ പണം പിൻവലിക്കുന്നത് നിയമപരമായി തെറ്റാണ്. അത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബാങ്കിംഗ് ഓംബുഡ്സ്മാന് പരാതി നൽകാവുന്നതാണ്. പരാതിയിന്മേൽ നടപടി ഉണ്ടാകുമെന്ന് കാര്യം ഉറപ്പാണ്. അതേസമയം മുന്നറിയിപ്പ് നൽകിയ ശേഷം അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കാൻ ബാങ്കുകൾക്ക് അധികാരമുണ്ട്. വിവിധ ബാങ്കുകളുടെ നയമനുസരിച്ച് പിഴത്തുകയും വ്യത്യാസപ്പെട്ടിരിക്കും. ഈ വീഡിയോ തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രകാശ് നായർ. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.